കേരളത്തിൽ മഴ തുടങ്ങിയ പിന്നെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്ലീനിങ്. എത്ര തവണ തുടച്ചാലും വീണ്ടും നനഞ്ഞ കാലടിപ്പാടുകൾ, വീണ്ടും പൊടി, വീണ്ടും ചളി, അങ്ങനെ ഇത് തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ മഴക്കാലത്ത് ഈ ഡ്രീമി L50s Pro Ultra ശരിക്കും യൂസ്ഫുൾ ആണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഡ്വർടൈസ്മെന്റിലൊക്കെ കാണിക്കുന്ന പോലെ ചെറിയ പൊടികൾ ക്ലീൻ ചെയ്യുന്ന പരിപാടിയല്ല, ഒരു റിയൽ ലൈഫ് കേരള ഫ്ലോർ ആണ് ഇത് വെച്ച് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചെയ്യുന്ന പാസ് ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ വീട്ടിലും വർക്കാവും. ഈ റോബോട്ട് വാക്കെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട്. ഇന്ത്യൻ വീടുകളിൽ ഇതൊന്നും വർക്കാകില്ല, ഡെയിലി ക്ലീനിങ്ങിനൊന്നും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാനും അതുപോലെ ചിന്തിച്ച ഒരാളാണ്. പക്ഷേ ഈ പുതിയ ഡ്രീമി L50s Pro Ultra കുറച്ച് വ്യത്യസ്തമാണ്. ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും വാക്കം അല്ല, 30,000 PA വോമാക്സ് സെക്ഷൻ പവർ, 100°C തെർമോ ഹബ്ബ് സെൽഫ് ക്ലീനിങ് മോപ്പ്, 40 mm ഈസി ലീപ്പ് ഒബ്സ്റ്റക്കിൾ ക്രോസിംഗ്, 220+ ഒബ്ജക്റ്റ് അവോയ്ഡൻസ്, കൂടാതെ ഒരു ഫുള്ളി ഓട്ടോമാറ്റഡ് ഡോക്കും കൂടി ഇതിലുണ്ട്. ക്ലീനിങ് കഴിഞ്ഞാൽ ഇതിന്റെ ജോലി തീരുന്നില്ല. മോപ്പ് സ്വയം കഴുകും, സ്വയം ഡ്രൈ ചെയ്യും, ഒബ്സ്റ്റക്കിൾസ് ഡിറ്റക്ട് ചെയ്യും. ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാ, ആദ്യം ഇതിന്റെ സെറ്റപ്പ് പറഞ്ഞുതരാം. ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ മുഴുവൻ വീടും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാൻ ചെയ്ത് ഒരു മാപ്പ് റെഡിയാക്കി തരും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം വീട് എങ്ങനെ സ്കാൻ ചെയ്യുന്നു എന്നുള്ളത് ആപ്പിൽ ലൈവായിട്ട് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. സെറ്റപ്പ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഇനി ഇതിന്റെ റിയൽ ടെസ്റ്റ് തുടങ്ങാം. കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, മഴക്കാലത്ത് പുറത്ത് നിന്ന് വരുന്ന ചെളി മാത്രമല്ല, വീട്ടിൽ ദിവസം ഉണ്ടാകുന്ന ചെറിയ അഴുക്കുകൾക്കൊപ്പം പുറത്ത് നിന്നുള്ള പൊടിയും ചെളിയും മാലിന്യങ്ങൾ കൂടി അകത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഡസ്റ്റ്, മഡ്, റൈസ്, ബിസ്ക്കറ്റിന്റെ കുറച്ച് പൊടി, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുറച്ച് മുടി എല്ലാം സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും അഴുക്കുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇന്റൻസീവ് മോഡിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഇതിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. 30,000 PA വോമാക്സ് സെക്ഷൻ പവർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. റോബോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് പൊടിയോ മാലിന്യങ്ങളോ മുന്നോട്ട് തള്ളുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കുന്നില്ല. ഒരു പാസ് തന്നെ എല്ലാം പിക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും പവർഫുൾ സെക്ഷൻ ഉള്ളതുകൊണ്ട് ഡെയിലി ക്ലീനിങ് വളരെ ഈസി ആകും. അതാണ് മെയിൻ കാര്യം. അടുത്തത് ഫ്ലോർ നോക്കുമ്പോൾ ക്ലീൻ ആണെന്നൊക്കെ തോന്നും, പക്ഷെ യഥാർത്ഥ ക്ലീനിങ് അറിയണമെങ്കിൽ കോർണേഴ്സ് നോക്കിയാൽ മനസ്സിലാകും. ക്യാബിനറ്റിന്റെ സൈഡ്, വാളിന്റെ എഡ്ജസ്, ഡൈനിങ് ടേബിളിന്റെ ലെഗുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ റോബോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയും വേസ്റ്റ് ഒക്കെ ബാക്കി നിൽക്കാറുള്ളത്. പക്ഷെ ഈ ക്ലീനറിന്റെ കേസിലൊന്ന് നോക്കൂ, ബ്രഷ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതും കൂടെ ക്ലീൻ ചെയ്യും. ഇതാണ് ഡ്യുവൽ ഫ്ലെക്സ് ആം ടെക്നോളജി. ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് എഡ്ജ് എല്ലാം വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു തരും. ഇത് പ്രൊഡക്റ്റിന്റെ ബ്രൗഷർ വായിക്കുമ്പോൾ ചെറിയ ഫീച്ചർ ആയിട്ട് തോന്നും, പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാകുക. അത്രക്കും യൂസ്ഫുൾ ആണ്. ഇനി നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാ നോക്കാം. ചെയർ, ബോട്ടല്, ഫ്ലോർ മാറ്റ്, വാതിലിന്റെ ഉയർന്ന ഭാഗം, ഇതെല്ലാം സാധാരണ ഒരു റോബോട്ടിനെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ 220+ ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒബ്സ്റ്റക്കിൾസ് ഡിറ്റക്ട് ചെയ്ത് അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യും. അതുപോലെ ഈസി ലീപ്പ് ടെക്നോളജി ഉണ്ട്. ഇത് 40 mm വരെ ഉയരമുള്ള തടസ്സങ്ങൾ പോലും എളുപ്പത്തിൽ കയറി കിടക്കും. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഡോർ ഫ്രെയിമുകൾ ഉണ്ടെങ്കിൽ ഓരോ തവണ ഇങ്ങനെ പോയി റോബോട്ടിനെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഓട്ടോമാറ്റിക് അത് എടുത്ത് ചാടും. ഇതാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫീച്ചർ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ റോബോട്ട് തിരിച്ച് ഡോക്കിലേക്ക് തന്നെ പോയി ഡസ്റ്റ്ബിൻ എല്ലാം എംപ്റ്റി ആക്കി മോപ്പ് വാഷ് ചെയ്യും. അത് മാത്രമല്ല വാട്ടർ റീഫിൽ ചെയ്യും, ഹോട്ട് എയർ കൊണ്ട് ഡ്രൈ ചെയ്യും. 100°C തെർമോ ഹബ്ബ് ടെക്നോളജി ഉപയോഗിച്ചാണ് മോപ്പ് പാഡുകളെല്ലാം കഴുകുന്നത്. ഇങ്ങനെ ബോയിലിംഗ് ഹോട്ട് വാട്ടർ ഉപയോഗിക്കുന്നതോട് തന്നെ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനാകും. മാത്രമല്ല മോപ്പ് കൂടുതൽ ഹൈജീനിക് ആയിരിക്കുകയും ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഒക്കെ നന്നായിട്ട് കുറയും. നനഞ്ഞ മോപ്പ് പാഡ്സിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡാം സ്മെല്ല് അല്ലെങ്കിൽ മസ്റ്റി സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് വരാതിരിക്കാനും ഇത് സഹായിക്കും. അതുകൊണ്ട് അടുത്ത ക്ലീനിങ് സൈക്കിളിന് ഫ്രഷ് ആയും റെഡി ആയിരിക്കും. അതായത് ക്ലീനിങ് കഴിഞ്ഞിട്ടും നമുക്ക് വേറെ ജോലിയൊന്നുമില്ല. അതാണ് ഈ ഡോക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് ശരിക്കും ഓട്ടോമേഷൻ അല്ലേ? ഇതിനൊക്കെ പുറമെ ആപ്പ് വഴി റൂം വൈസ് നമുക്ക് ക്ലീൻ ചെയ്യാം. എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യാം. നോ ഗോ സോൺസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ
ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ക്ലീനും പോലും ചെയ്യാം. ഈ പറഞ്ഞതും അതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാം. എല്ലാം ഒരു തവണ സെറ്റപ്പ് ചെയ്താൽ മതി, പിന്നീട് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തോളും. സോ കേരളത്തിലെ മഴക്കാലത്ത് ഇതിന് ശരിക്കും സർവൈവ് ചെയ്യാൻ പറ്റുമോ? എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ യെസ്. പവർഫുൾ സെക്ഷൻ, എക്സലന്റ് എഡ്ജ് ക്ലീനിങ്, സ്മാർട്ട് നാവിഗേഷൻ, ഫുള്ളി ഓട്ടോമാറ്റഡ് ഡോക്ക് എല്ലാം കൂടി ചേരുമ്പം ഇത് റോബോട്ട് വാക്വം മാത്രമല്ല, ഡെയിലി ക്ലീനിങ് ഓൾമോസ്റ്റ് മറക്കാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് ഹോം ഗാഡ്ജറ്റ് ആണ്. ഇപ്പൊ ആമസോൺ പ്രൈം ഡേ സെയിലിന് ഈ പ്രോഡക്റ്റ് നല്ല ഓഫറിന് ലഭിക്കുന്നുണ്ട്. ജൂലൈ 4 സെയിൽ തുടങ്ങും. അപ്പൊ ഇത് വാങ്ങാൻ ആലോചിക്കുന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം എന്തായാലും മിസ് ചെയ്യണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ നിലവിൽ ഇതുപോലുള്ള ഏതെങ്കിലും ക്ലീനിങ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അത് ഏതാണെന്നുള്ളതും ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്നുള്ളതും കമന്റ് ചെയ്യാം. മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു അഭിപ്രായമൊക്കെ എടുക്കാൻ നിങ്ങളുടെ ഓരോ കമന്റും സഹായമാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.